നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ വിഷ്ണു, എന്താ വേറെ ഹൗസ് ബോട്ട് ഒന്നും കിട്ടാനില്ലേ ഇവിടെ? അതിപ്പോ എന്താ അറിയോ, സീസൺ അല്ല. പിന്നെ എല്ലാം ബുക്കിംഗ് അനുസരിച്ചിട്ടുള്ള ഓട്ടത്തില. ഇവിടുത്തെ ഹൗസ് ബോട്ടുകൾ കൂടുതലും കായൽ റാണി ഗ്രൂപ്പിന്റെ. ആ ജഗദീപ് പറഞ്ഞോണ്ട് അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ബോട്ട് സംഘടിപ്പിച്ചു തന്നതാ. എടി തൽക്കാലം ഇതുകൊണ്ടൊന്ന് സമാധാനിക്കടി. അത്യാവശ്യം വലുതാ. കേറിക്കോ. വാ വാ വാ. അത് ഗോപാലേട്ട, ഇത് പിടിച്ചോ. അയ്യോ എന്റെ അമ്മേ. ഇത്രയേ ഉള്ളൂ. പിടിക്കണോ? വേണ്ട. ഓ കേറിക്കോ. രാജീവ് സാറേ, ഒന്ന് കൈ പിടിക്ക് രാജീവ് സാറേ. ഈ കൈ പിടിച്ചോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ വേണ്ട അച്ഛാ. എന്നെ ഒന്ന് പിടിച്ച് കേറ്റച്ചാ. ഈ മോന്റെ കൈ പിടിച്ച് കേറിക്കോ മോളെ. ഇവരൊക്കെ ആകുമ്പോ ഇവിടെ നല്ല പരിചയമുള്ളവരല്ലേ. പിടിക്കുന്നുണ്ടോ? ബോട്ട് എടുക്കണം. എന്താ മോളെ? അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ, അച്ഛൻ എന്നെ കൈ പിടിച്ച് കയറ്റിയാ മതിയെന്ന്. പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടാൻ അവസരം നോക്കി നടക്കും ഓരോരുത്തന്മാര്. അയ്യോ, ഞാനൊന്നും ചെയ്തില്ല സാറേ. ഈ കുട്ടി വീഴാൻ പോയപ്പോ പിടിച്ചതാ. എന്താ എന്താ ഇവിടെ? അതൊന്നും ഇല്ലടാ. ബോട്ടിൽ കയറാൻ പോയപ്പോ ശ്യാമയൊന്ന് വീഴാൻ പോയി. അപ്പൊ അവനൊന്ന് പിടിച്ചു, അത്രേ ഉള്ളൂ. ബോട്ടും വെള്ളമൊക്കെ ആവുമ്പോ ഇതൊക്കെ പതിവല്ലേ. എന്താടാ നിന്റെ പേര്? ദീപക്. കായൽ റാണി ഗ്രൂപ്പിന്റെ ഓണർ അരവിന്ദ് സ്വാമിനാഥനോട് പറഞ്ഞ് നിന്റെ പണി തീർപ്പിക്കണോ? അയ്യോ വേണ്ട സാറേ, ഞാൻ മര്യാദയ്ക്കൊക്കെ നിന്നോളാം. കുടുംബം പ്രാരാബ്ദമൊക്കെ ഉള്ളതാ സാറേ. ഒരുപാട് വിളച്ചെടുക്കല്ലേ. വിട്ടേക്ക് വിഷ്ണു, ബോട്ട് എടുക്കാൻ പറ മോനെ. ബോട്ട് ജോലിക്കാരനായിരുന്നല്ലേ? വേഷവും മട്ടും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി കായൽ റാണിയുടെ മുതലാളിയുടെ മോനായിരിക്കും. ശ്യാമോക്കോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, കുറച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ? നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. തൽക്കാലം ഞങ്ങളില്ല മോളെ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ടിങ്ങനെ നിക്കട്ടെ, അല്ലേ സാറേ? ഓ, മൊത്തം കപ്പിൾസ് ആണല്ലോ. നമ്മൾ വല്ല സെൽഫി എടുത്തോളാം. അയ്യോ, നീ പോയൊരാളെ കണ്ടുപിടിക്കടി. വിനോദസഞ്ചാര കേന്ദ്രമല്ലേ, നല്ല ചുള്ളന്മാര് പയ്യന്മാരൊക്കെ കാണും. നമ്മളില്ലേ ഉള്ള മനസമാധാനം കൂടി കളയാൻ. പോട്ടെ. നേരാണോ സാറേ അവള് പറഞ്ഞത്? അല്ല, ഈ കല്യാണം മനസമാധാനം കളയുമെന്ന് സാറൊരു അനുഭവസ്ഥനാണല്ലോ. ഒരു പരിധിവരെ അതെ. കുറച്ച് കൂടുതൽ ബാധ്യതകള് നമ്മുടെ തോളിലേക്ക് വന്നു ചേരും. പങ്കാളി, കുട്ടികള്, അവരുടെ ജീവിത ചെലവുകള്, അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ട സമയം, അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കാനുള്ള ബാധ്യതകള്, അങ്ങനെ അങ്ങനെ അങ്ങനെ. പക്ഷേ ആ ബാധ്യതകൾ ഒരു സുഖമാണോ?
സർവതന്ത്ര സ്വതന്ത്രനായിട്ട് വിഹരിച്ചിട്ട് ഒന്ന് വയ്യാതാവുമ്പോ തിരിഞ്ഞു നോക്കാൻ ആരും ഇല്ലെങ്കിലോ? അന്ന് വരെ നമ്മൾ ഇടപെട്ടിരുന്നവർക്കും അന്ന് നമ്മളെ പോലെ തിരക്കായിരിക്കും. തിരക്കുകൾ അസ്തമിച്ച ആശുപത്രി കിടക്കയിൽ കിടന്നാ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. രോഗക്കിടക്കയിലെ ഒരു സന്ദർശനം, സാരമില്ല എല്ലാം ശരിയാവുമെന്ന് കൈപിടിച്ചമർത്തി ഹൃദയത്തോട് മന്ത്രിക്കുന്നത്. ഇതൊന്നും പണം കൊടുത്ത് മൂടിയാലും ഒരു ഡോക്ടർക്കോ ഹോസ്പിറ്റലും തരാൻ കഴിയത്തില്ലടോ. ഇന്ന് ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ കാഴ്ച എന്താണെന്നറിയോ ഇയാൾക്ക്? നോക്ക്. ഇന്നവരനുഭവിക്കുന്ന മനസമാധാനവും ശാന്തിയും ലോകത്ത് മറ്റാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്നേഹം തിരികെ കിട്ടുന്നതിനേക്കാളും വലിയ ഭാഗ്യമൊന്നുമില്ല. ഈ കൈവെള്ളെന്ന് ചോർന്നുപോയ ദാഹജലം തനിയെ വന്ന് നിറയുന്ന പോലെ അത്. ജീവിത സായനത്തിലേക്ക് എത്തുമ്പോ ഭാര്യ ഭർത്താക്കന്മാര് നല്ല കൂട്ടുകാരാണോ? ദാമ്പത്യം പോലും അവിടെ ഒരു പ്രധാനമല്ല. കരയുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സന്തോഷം പങ്കുവയ്ക്കാൻ, തഴയപ്പെടുന്ന ഇടങ്ങളിൽ തുണയായി നിൽക്കാനുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിയോ. ഈ ലോകം മുഴുവൻ ജയിക്കാൻ ഇറങ്ങിത്തിരിച്ച അലക്സാണ്ടർ ചക്രവർത്തി പോലും ശവമഞ്ചത്തിൽ തന്റെ 2 കൈകളും പുറത്തേക്കിട്ടു. എന്തിനാ? മരിക്കുമ്പോ താനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി. അതിനേക്കാളും ഭാഗ്യവാന്മാരാണോ സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാര്? സ്വർഗത്തിൽ ചെന്ന് അവർക്ക് ദൈവത്തെ വെല്ലുവിളിച്ചിട്ട് പറയാം, അല്ലയോ ദൈവമേ, അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ ഞാൻ ഭാഗ്യവാനാണ്, സമ്പന്നനാണ്. കാരണം എനിക്ക് വേണ്ടി വേദനിക്കാൻ ഒരു ഹൃദയം ഇപ്പോഴും ഭൂമിയിൽ തുടിച്ചുകൊണ്ടിരിപ്പുണ്ടെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോഴും സച്ചേട്ടന് കാര്യം മനസ്സിലായില്ലേ? സച്ചേട്ടൻ വാ, ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. വെള്ളം വേണ്ടേ? വേണം. വാ. ഹലോ ഹലോ, നമ്മളൊക്കെ മറന്നോ മാഷെ? അയ്യോ, മറന്നുപോയി കേട്ടോ. ഇതാരായിരുന്നു? നിന്റെ കെട്ടിയോള്. എന്റെ കെട്ടിയോളോ? പേരെന്താ? ഓഹോ, അപ്പൊ കൊറേ പേരുണ്ടോ? ഒരുപാട് പേരൊന്നുമില്ല, ഒരാളേ ഉള്ളൂ. ആ ഒരാള് തന്നെ ധാരാളം. ആ, ഒരാള് മതി. കൂടുതലായാലേ എന്റെ മോന് ആ ഒരാളിൽ നിന്ന് നല്ലത് കിട്ടും. ഓർമ്മയുണ്ടല്ലോ മുൻപത്തെ കാര്യം. അയ്യോ, അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അന്ന് പോയ എന്റെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ആ, അതെപ്പോഴും ഓർമ്മയിലുണ്ടായ നല്ലത്. അല്ല, ഇതെന്താ ഇങ്ങോട്ടൊരു കോളൊക്കെ, അതും ഈ സമയത്ത്? ഏയ്, വെറുതെ ഇരുന്നപ്പോ തോന്നി എന്റെ ഭർത്താവിനെ വിളിച്ച് കുറച്ചു നേരം സംസാരിക്കണമെന്ന്. ഓ, ആ തോന്നല് നല്ലത് തന്നെ. പിന്നെ ഇവിടെ ആരും ഇല്ല, അതാ ധൈര്യമായിട്ട് വിളിച്ചത്. അവിടെ ആരും ഇല്ലേ? എവിടെ പോയി എല്ലാരും? അച്ഛനും അമ്മയും ഏട്ടത്തി ആവണയും കൂടി ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പോയതാ. അനൂപേട്ടൻ ഏതോ ഫ്രണ്ടിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി. അത് കൊള്ളാലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? വേണ്ട, ചോദിക്കണ്ട. എനിക്കറിയാം എന്താ ചോദിക്കാൻ പോകുന്നെന്ന്. എങ്കിൽ പറയ്, എന്താ ഞാൻ ചോദിക്കാൻ വന്നത്? ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ? അയ്യേ, എന്തായാലും അതല്ല. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ഒറ്റയ്ക്കുള്ള ഒരു വീട്ടില് ഞാൻ വരാനോ? ഞാൻ അത്രക്കാരൻ നഹി ഹെ.
ആഹാ, എന്നാ പിന്നെ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്ക്, കേക്കട്ടെ. എന്തായാലും തന്റെ വീട്ടിൽ ആരുമില്ല, ഞാനും ഫ്രീയാ. നമുക്ക് പുറത്തെവിടെയും വെച്ച് കണ്ടാലോ? ഈ ഫോണിലൂടെയുള്ള സംസാരം നേരിട്ടും ആവാം. മുടിയാത് തമ്പി. അമ്മ അടുത്ത് ഇല്ലാത്തോണ്ട് അടുക്കള ഭരണം ഇന്ന് എനിക്കാ. പിടിപ്പത് ജോലിയുണ്ട്. അതുകൊണ്ട് കാണുന്ന സംസാരിക്കുന്നൊക്കെ നമുക്ക് വേറൊരു ദിവസം ആവാം. ഹലോ, പോയോ? ഇവിടെങ്ങും ഇല്ലേ? കേൾക്കുന്നുണ്ട്. പിണക്കം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലേലും എന്റെ പിടക്കത്തിന് ഇവിടെ ആർക്കും ഒരു വിലയില്ലല്ലോ. ദേ നോക്കി, റൊമാൻസ് എത്ര വേഗം സെന്റിലോട്ട് കൺവേർട്ട് ആയെന്ന് നോക്ക്. പക്ഷെ എനിക്കറിയാം, എത്ര പിണങ്ങിയാലും എന്നോട് ഭയങ്കര സ്നേഹമാന്ന്. അങ്ങനെയാണോ? പിന്നല്ലാതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിന് ഞാൻ എന്ത് ചെയ്യണം മാഡം? അവളുടെ പുറകെ നടക്കണം. പ്രതീക്ഷിക്കാത്ത സമയത്ത് നീ അവളുടെ മുന്നിലുണ്ടാവണം. അവക്ക് സർപ്രൈസുകൾ കൊടുക്കണം. അവളെ ഒരുപാട് സന്തോഷിപ്പിക്കണം. നിന്നോടൊപ്പം ജീവിതാവസാനം വരെ അവള് സന്തോഷമായിരിക്കും എന്ന് അവക്ക് തോന്നുന്നിടത്താണ് നിന്റെ വിജയം. അല്ല, നിന്റെ ഈ പ്രായത്തിനിടയ്ക്ക് നീ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ലേ? പിന്നെ കുറെ എണ്ണത്തിന്. എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നെ? നീ അവസാനം പ്രേമിച്ചവക്ക് എന്തൊക്കെ സർപ്രൈസാ കൊടുത്തേ? ഓ, അതൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ തന്നെ. അത് പക്ഷെ കാശൊന്നും കണ്ടിട്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജീവനായിരുന്നു. ശരിക്കും ഞാൻ ജീവിതം എന്താണെന്ന് പഠിച്ചത് അവളിൽ നിന്നായിരുന്നു. മാഡത്തിനറിയോ, അവള് പോയതിനു ശേഷം ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഒരാളെ തളർത്താനും ഉയർത്തെഴുന്നേൽപ്പിക്കാനും സ്നേഹത്തിന് ശക്തിയുണ്ടല്ലോ. അതൊന്നും ഞാൻ ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് മാഡം. അവൾക്ക് ശേഷം ഞാൻ ആരെയും സ്നേഹിക്കില്ലെന്ന് തീരുമാനിച്ചതാ. പക്ഷെ എന്റെ അവസ്ഥ ഇതായി പോയി. അല്ല, തന്റെ കഥ ഇത്രയും കേട്ടതുകൊണ്ട് ചോദിക്കുക. ആ പെൺകുട്ടി അവൾക്കെന്തു പറ്റി? എന്തിനാ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞ്? അവളുടെ എന്റെ സ്നേഹത്തെപ്പറ്റി അവളുടെ വീട്ടുകാരറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. എന്തുവന്നാലും അവളില്ലാതെ ഞാനും, ഞാനില്ലാതെ അവളും ജീവിക്കില്ലെന്ന് ഞങ്ങൾക്കുള്ളതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പോയി വിളിച്ചു. അവൾ ഇറങ്ങി വന്നില്ല മാഡം. പിന്നീട് വലിയ പ്രശ്നമായി. പിന്നീട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവള് മറ്റൊരാളെ സ്നേഹിച്ച് അയാളുടെ ഒപ്പം പോയിരുന്നു. ഇപ്പോഴും ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ സ്നേഹം മനസ്സിലാക്കി അവൾ തിരിച്ചു വരും. അല്ല, താനെന്തിനാ ജയിലിൽ കിടന്ന്? അവളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ പോയതിന്റെ അന്ന് ഞാൻ അവളുടെ ഭർത്താവിനെ ഒരുപാട് തല്ലി. നിവർത്തിയിട്ട് കത്തിയെടുത്ത് കുത്തുകയും ചെയ്തു. ഞാൻ ജയിലിൽ പോകാൻ നേരം എനിക്ക് വേണ്ടി കാത്തിരിക്കാന്ന് വാക്ക് തന്നവളാ. പക്ഷേ മറ്റൊരുത്തന്റെ ഭാര്യയാണോ നീ സ്നേഹിച്ചത്? അങ്ങനെ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ മാഡം. എന്റെ ഭാര്യയെ തന്നെയാ ഞാൻ അവളെ കണ്ടത്. അവളുടെ മക്കളെ എന്റെ മക്കളായിട്ടും. അത് ശരി, 2 മക്കളുള്ള ഒരുത്തന്റെ ഭാര്യയെ നീ സ്നേഹിച്ചു. നീ ജയിലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ അവള് മറ്റൊരുത്തന്റെ കൂടെ പോയി. നീ ഇപ്പോഴും അവക്ക് വേണ്ടി കാത്തിരിക്കുന്നു. വല്ലാത്ത പ്രണയം തന്നെ. എന്തായാലും നീ അതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അവളെ സ്നേഹിച്ച പോലെ ആതിരെ ഒന്ന് സ്നേഹിക്ക്. എന്നിട്ട് എങ്ങനെയെങ്കിലും ആതിരയുടെ മനസ്സിലൊന്ന് കയറിപ്പറ്റ്. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ നിനക്ക് ഞാൻ തരാന്ന് പറഞ്ഞ സ്ത്രീധനവും. അപ്പോ ഇന്നു മുതൽ ആതിര അജയൻ പുതിയ പ്രണയകഥ ആരംഭിക്കല്ലേ? പിന്നല്ലാതെ.
ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നാത്തും പറഞ്ഞിട്ട് ഇവളെന്താ പോവാത്തെ? നിന്നോട് പോവാനല്ലേ പറഞ്ഞത്? മറഞ്ഞല്ലോ അവള്. ഇവിടെ ഗൗരിയുടെ സാന്നിധ്യം കാണുന്നില്ല. നീ എവിടെ മറഞ്ഞിരുന്നാലും നിന്നെ ഞാൻ കണ്ടെത്തും. നിന്നെ നശിപ്പിക്കാതെ ഇന്നെനിക്ക് മടക്കമില്ല. നീ ഇവളിൽ പ്രവേശിച്ച് രക്ഷപ്പെടാമെന്ന് കരുതിയോ? ഇല്ല ഗൗരി. ഈ ശരീരം വിട്ട് പുറത്തു വാ ഗൗരി. ഇല്ല, വരാനാ നിന്നോട് പറഞ്ഞത്. ഇല്ല, ഇവളെ പിടിച്ച് കളത്തിലിരുത്തുക. ഗൗരി, നീ എന്തീ കാണിക്കുന്ന? നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. ഇവളെല്ലാരെയും കൊല്ലും. ഗൗരി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ഗംഗേ. അച്ഛാ, ഞാനാ മാളു. ആ, മാളു, എന്താ എന്താ മോളെ, എന്താ പറ്റിയേ? എന്തിനാ മോള് കരയുന്നേ? അച്ഛൻ വേഗം തിരിച്ചു വാ അച്ഛാ. ഇവിടെ എല്ലാരും കൂടി ഗംഗയെ ഉപദ്രവിക്ക. മോൾ എന്താ ഈ പറയുന്നേ? ഗംഗ ആരാ അവിടെ ഉപദ്രവിക്കാൻ? മോള് എന്നെ പറ്റിക്കാൻ പറയാണോ? അല്ല അച്ഛാ, അച്ഛൻ വേഗം ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ഇപ്പൊ ഗംഗ എല്ലാരും കൂടി കൊല്ലും. ഇവിടെ തീയൊക്കെ കത്തിച്ച് ഗംഗയെ വടികൊണ്ടടിച്ച് കൊല്ലും അച്ഛാ. അച്ഛൻ വേഗം വന്ന് ഗംഗയെ രക്ഷിക്ക്. മോള് കരയാതെ, അച്ഛൻ ഇപ്പൊ തന്നെ വരാം. വേഗം വാ അച്ഛാ, എന്നാ മുറിയിൽ പൂട്ടിയിട്ടിരിക്കയാ.
ഗംഗയെ തള്ളരുതെന്ന് പറഞ്ഞേര് എന്നെ മുറി പൂട്ടിയിട്ടിരിക്കുക. ഒന്ന് വേഗം വാ അച്ഛാ. മോള് പേടിക്കണ്ട, മോള് ഫോൺ വെച്ചോ, അച്ഛൻ ഇപ്പൊ എത്താം. മോള് കരയണ്ട കേട്ടോ. ശരി അച്ഛാ, പെട്ടെന്ന് വരണേ. ആ ശരി. അലക്സേ, വണ്ടി തിരിച്ച് വീട്ടിലേക്ക് വിടും. ശരി സാർ. ഒഴിഞ്ഞു പോകുന്ന നല്ലത്. നീ എന്താ മഹി തിരിച്ചു വന്നത്? എന്താ ഇവിടെ നടക്കുന്നത്? അതൊന്നുമില്ല, അതൊരു പൂജയാ. നീ തിരിച്ചു വന്നെന്താന്ന് പറ. എന്താ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കറിയണം. അമ്മ മാറിയെന്ന്. മോനെ, അതൊന്നുമില്ല. ഗംഗയുടെ വിവാഹം തടസ്സമൊന്നും കൂടാതെ നടക്കാനുള്ള പൂജയാ. വിവാഹത്തിന് വേണ്ടിയുള്ള പൂജയ്ക്ക് ഗംഗ എന്തിനാ ഇട്ട് തല്ലുന്നത്? അത് പൂജ നടക്കുന്ന സമയത്ത് ഗംഗ വയലന്റായി. അവൾക്ക് എന്തോ വലിയ ബാധ കൂടിയതുപോലെ. അത് കളയാനായിട്ടാ. അത് കളയാനായിട്ട് ഇറങ്ങിപ്പോടി. ഇവിടെ ഒരു പൂജയും വേണ്ട. നിർത്താൻ. ഇനി ഇവള് രക്ഷപ്പെട്ടാൽ കൂടുതൽ ശക്തി ആർജിക്കും. പിന്നെ ബന്ധിക്കാൻ എനിക്ക് സാധിക്കില്ല. എന്തൊക്കെ ഇവര് കിടന്ന് പറയുന്നേ? മഹേട്ട, പൂജ തടസ്സപ്പെടുത്തരുത്. എല്ലാം ഞാൻ പറയാം. അതെ മോനെ, പൂജ നടക്കട്ടെ. എന്തായാലും നമുക്ക് രാവിലെ സംസാരിക്കാം. നിങ്ങൾ പൂജയോ വഴിപാടോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ. പക്ഷെ ഗംഗ എങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ഈ പൂജ പൂർത്തീകരിച്ചേ പറ്റൂ. ഇവനെ പിടിച്ചു മാറ്റൂ. നിങ്ങളോട് നിർത്താനല്ല പറഞ്ഞത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കണ്ണു തുറക്കുമോളെ. ഞാനിവിടെ തന്നെ ഉണ്ട്.
ലച്ചു ലച്ചു പതുക്കെ സൂക്ഷിച്ച് മോളെ പതുക്കെ. അയ്യോ അയ്യോ എന്റെ ബാഗ് എവിടെ? അല്ല ബാഗ് കൊണ്ടുവന്നിരുന്നോ? ലച്ചുവിന്റെ ബാഗ് അകത്തിരിക്കല്ലേ? മോളെ വാ എനിക്ക് പതുക്കെ. അല്ല അദ്ദേഹം എവിടെ? ആര്? സഞ്ജുവോ? അദ്ദേഹം തന്നെ. അതെ, സഞ്ജു വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. മോളെ ഇവിടെ നിൽക്കെ, അമ്മ വരെ ഇപ്പൊ. വാ മോളെ. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, എന്തു പറ്റി? അമ്മേ, തീരെ സമയമില്ല മോളെ. മോള് വലത് കാലം വെച്ച് കയറി വാ. നീ എന്റെ മരുമോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പുരാണത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും എന്ത് ചോദിച്ചാലും അതിനപ്പം മറുപടി ഉണ്ടാവും പാർവതിക്ക്. ഇതൊക്കെ മുത്തശ്ശൻ പകർന്നു തന്ന അറിവുകളാ. ആ ഇനി നാളികേരം ഉടയ്ക്കാമല്ലോ. ഉടയ്ക്കാം. കുടുംബനാഥൻ എന്ന നിലയിൽ വിശാലാണ് നാളികേരം ഉടയ്ക്കേണ്ടത്. വിശാൽ അത് ഉടച്ചോളൂ. നാളികേരം ഉടയ്ക്കാൻ വെട്ടുകത്തി വേണ്ടേ? ഇവിടെ അത് കാണുന്നില്ലല്ലോ. അയ്യോ, വെട്ടുകത്തി മുകളിലത്തെ ബാൽക്കണിയിലാ. ബാൽക്കണിയിലോ? അതെന്തിനാ അവിടെ കൊണ്ടുവച്ചത്? അതോ അത് അവിടെ ഒരു മരത്തിന്റെ ചില്ല ടെറസിലേക്ക് ചാഞ്ഞു നിൽക്കായിരുന്നു. ഞാനത് വെട്ടിക്കളയാനായിട്ട് എടുത്തിട്ട് പോയതാ. പിന്നെ അത് ഇങ്ങോട്ട് തിരികെ എടുക്കാൻ മറന്നു വിശാൽ സർ. ഞാൻ ദേ ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വിശാൽ സർ, ഇവിടെ നിന്നോ, ഞാൻ എടുത്തിട്ട് വരാം. പാർവതി, നീ ഇതെവിടെയാ? ഏയ്, മോനെ, നിന്റെ ഭർത്താവിനെ നീ തന്നെ കൊല്ലും, തന്നെ കൊല്ലും, തന്നെ കൊല്ലും. അയ്യോ വിശാൽ സർ, വിശാൽ സർ. ഈ പാർവതി, നീ എന്തിനാ കരയുന്നേ? അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പാർവതി, നിന്റെ കണ്ണെന്താ മാനത്തായിരുന്നോ? ഇപ്പൊ ആ കത്തി വിശാലിന്റെ കഴുത്തിലാണ് വീണിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ?
ആള് തീർന്നു പോയനെ. നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണ്ടേ മോളെ? ശേഖരൻ തക്ക സമയത്ത് തള്ളി മാറ്റിയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. കണ്ണു കാണാത്ത ഇയാൾ എങ്ങനെ വിശാലിനെ രക്ഷപ്പെടുത്തി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് ഒത്തിരി പ്രസാദം ഉണ്ടല്ലോ. ഇത് ദേവിയുടെ തിരുക്കല്യാണത്തിന്റെ പ്രസാദം. ഈ പ്രസാദമേ കന്യകമാർക്ക് കൊടുത്ത വിവാഹം പെട്ടെന്ന് നടക്കുമെന്ന വിശ്വാസം. വിവാഹം കഴിക്കാത്ത കന്യകമാർ ഈ വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ടാ ഞാൻ ഈ പ്രസാദം ഇങ്ങ് വാങ്ങിക്കൊണ്ട് പോന്നത്. ഓഹോ, ഈ പ്രസാദം കഴിച്ച കന്യകമാരുടെ വിവാഹം നടക്കുമല്ലേ? അതാ വിശ്വാസം. ആഹാ, എങ്കിൽ ഈ പ്രസാദം എനിക്കും വേണം. എന്റെ വിവാഹം പെട്ടെന്ന് നടക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നീ അതിങ്ങ തന്നെ പാർവതി. ഈ പ്രസാദം നിനക്ക് തരാൻ പ്രയാസമുണ്ട് ജാസ്മിൻ. അതെന്താ പാർവതി, ഈ പ്രസാദം ജാസ്മിന് കൊടുത്താല്? ഇവളും കന്യകയല്ലേ? വിവാഹം പെട്ടെന്ന് നടക്കണമെന്ന് ഇവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അമ്മേ, ഈ പ്രസാദം പവിത്രമാണ്. ഇത് സ്വീകരിക്കാൻ യോഗ്യതയുള്ള ആൾക്ക് മാത്രമേ ഈ തിരുക്കല്യാണത്തിന്റെ പ്രസാദം കൊടുക്കാൻ പാടുള്ളൂ. എനിക്ക് ഈ പ്രസാദം സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലാന്ന് നീ എന്തർത്ഥത്തിലാ പറഞ്ഞത്? മോളെ, വിവാഹം നടത്തുന്നതിൽ എന്തു കുറവാ നീ കാണുന്നത്? അച്ഛമ്മേ, വിവാഹം ഒരു മഹനീയ കർമ്മമാണ്. അതിന്റെ മഹനീയത തിരിച്ചറിയാവുന്ന ആളല്ല ജാസ്മിൻ. എടീ, നീ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. പാർവതി, ജാസ്മിന് വിവാഹത്തിന്റെ മഹനീയത അറിയില്ലെന്ന് നീയാണോ നിശ്ചയിക്കുന്നത്? പാർവതി, വസ്തുതയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നീ ജാസ്മിനെ അപമാനിക്കരുത്. അമ്മേ, ഞാനൊന്ന് പറയട്ടെ. ജാസ്മിന് വിവാഹത്തിന്റെ മഹനീയത അറിയാമെങ്കിൽ അവള് എന്റെ ഭർത്താവിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കൂ? വിവാഹത്തിന്റെ മഹത്വം അറിയുന്ന ആരും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കില്ല. മാത്രമല്ല, ഈ പ്രസാദം ജാസ്മിന് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഇവൾക്കേ വിവാഹയോഗമില്ല. വിവാഹയോഗമില്ലാത്ത ജാസ്മിന് ഈ പ്രസാദം കൊടുത്തിട്ട് എന്ത് ഫലം ഉണ്ടാവാൻ പോകുന്നേ? എനിക്ക് വിവാഹയോഗം ഇല്ലെന്നല്ലേ? എനിക്ക് വിവാഹയോഗം ഇല്ലെന്ന് പറയാൻ നീ ആരടി? നീ ആരാന്ന്? ജാസ്മിൻ, വേണ്ട, വെറുതെ ഒരു കയ്യാൻ കളിക്ക് നിൽക്കണ്ട. പിന്നെ പിന്നെ ഞാൻ എന്ത് വേണം? എനിക്ക് വിവാഹയോഗം ഇല്ലാന്ന് ഇവള് പറയുമ്പോ ഞാനത് തല കുലുക്കി അംഗീകരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞില്ലേ ബസ് ഇപ്പൊ എത്തുമെന്ന്? കണ്ടോ, കൃത്യസമയത്ത് തന്നെ ബസ് എത്തി. വസു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോ ഓഫീസിൽ വസുവിന് ഒരു അത്യാവശ്യം, അങ്ങനെ പോകേണ്ടി വന്നതാണ്.
ഞാൻ ഫോൺ ചെയ്തപ്പോ വസു പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പൊയ്ക്കോ, ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാമെന്ന്. ഇപ്പൊ ആളെത്തുകയും ചെയ്തു. അതിന് ഞാൻ ഒന്നും പറയണ്ട, എല്ലാം പ്ലാൻ ചെയ്ത് താനല്ലേ. അത് നന്നായെന്നേ. നമ്മൾ എല്ലാരും കൂടെ വന്നത് അഖിക്ക് ശ്യാമയ്ക്ക് എത്രമാത്രം സന്തോഷമായിരുന്നു. കേട്ടോ അഖി, നിങ്ങളുടെ രണ്ടാളുടെയും വിവാഹ വാർഷികം നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആഘോഷിക്കണമെന്നും അതിന് നമ്മളെല്ലാവരും കൂടി നേരിട്ട് ഇവിടെ വന്ന് നിങ്ങളെ ക്ഷണിക്കണമെന്നും എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടത് നിന്റെ അമ്മ തന്നെയാ, അല്ലേ വസു? മടിക്കണ്ട, താൻ തന്നെ നേരിട്ട് അവരെ ഫംഗ്ഷന് ക്ഷണിക്കേ. തന്റെ ആഗ്രഹമല്ലേ, ക്ഷണിക്കുന്നേ. ക്ഷണിക്കടോ. അത് വെഡിങ് ആനിവേഴ്സറിയാ. രണ്ടാളും വന്നേക്കണം. വസുവിന്റെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കും. ഞാൻ പറഞ്ഞില്ലേ എല്ലാരും കൂടി ഇവിടെ വന്ന് നിങ്ങൾ രണ്ടാളെയും ക്ഷണിക്കുമെന്ന്. ഇപ്പോ അമ്മ രണ്ടാളെയും ക്ഷണിച്ചിരിക്കുക. ഇനി രണ്ടാൾക്കും വരാൻ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോ നമ്മളെല്ലാവരും കൂടി അഖിയുടെയും ശ്യാമയുടെയും വെഡിങ് ആനിവേഴ്സറി ഗംഭീരമാക്കുന്നു. അതെ, എനിക്ക് വീടിനൊക്കെ ഒന്ന് കാണണമെന്ന് പറ. എന്താ അമ്മയ്ക്ക് ഈ വീടിനൊക്കെ ഒന്ന് കാണണമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വീണ്ടും നീ എന്നെ വിട്ടിയാക്കിയല്ലേ? ഇതിവിടം കൊണ്ട് തീരില്ല. താമസിയാതെ രണ്ടിനെയും പൂട്ടി ഞാൻ. വാ. ദൈവമേ, കൃഷ്ണ. ഹലോ അശ്വതേച്ചി, രണ്ടുപേരും വീട്ടിലെത്തിയോ? ഇല്ല ശ്യാമേ, തക്ക സമയത്ത് ശ്യാമേനെ രക്ഷിച്ചു. വലിയൊരു ദുരന്തം ഒഴിവായി. ഇതിനൊക്കെ ശ്യാമയോട് എങ്ങനെ നന്ദി പറയേണ്ടെന്ന് അറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല ചേച്ചി, സാക്ഷാൽ കണ്ണനോടാ. കുറച്ചു മുമ്പ് ചേച്ചി ഇവിടെ നിന്ന് പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടേനെ. ഞാൻ പിന്നെ വിളിക്കാം. വസുന്ധരാമ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി തുടങ്ങുക. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശ്യാമേ. ശരി. വാ മോളെ. എന്റെ കൃഷ്ണ, നീ അശ്വതേച്ച എന്നെ രക്ഷിച്ചത്.
രക്ഷപ്പെട്ടു. വല്ലാത്ത കഷ്ടമായിപ്പോയി. ശ്യാമ മനഃപൂർവ്വം അവളെ എല്ലാവരിൽ നിന്നും ഒളിപ്പിച്ചതാ. അത്ര തന്ത്രപരമായിട്ടാണ് ശ്യാമ ഇത് ചെയ്തതെങ്കിൽ അവൾക്ക് എന്തോ വലിയൊരു ലക്ഷ്യമുണ്ട്. എല്ലാത്തിനും ചരട് വലിക്കുന്നത് ശ്യാമയാണെന്ന് ഇപ്പറഞ്ഞ ബോധ്യായില്ലേ? ഇക്കാര്യം അമ്മ പലതവണ പറഞ്ഞതാ. എല്ലാവരും അമ്മയെ ഒറ്റപ്പെടുത്തി. അമ്മ ഭയക്കുന്നത് പോലെ തന്നെ സംഭവിക്കും. അവളും ആ ശ്യാമയും ചേർന്ന് ആദിയേട്ടന്റെ അമൃതേടത്തിയുടെയും ജീവിതം തകർക്കും. അതിനു മുമ്പേ ഈ കള്ളക്കളി ഞാൻ അവസാനിപ്പിക്കും. ആദ്യേട്ടനെ ഞാനൊന്ന് കാണട്ടെ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഏട്ടനെ കൊണ്ട് ഞാനൊന്ന് സത്യം പറയിപ്പിക്കും. അവളുടെ വീട്ടിലേക്ക് ആദ്യേട്ടനെയും കൊണ്ടുപോകും. പിന്നെ എല്ലാത്തിനും അവസാനമാണ്. എവിടേക്കാ? ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനോട് സംസാരിക്കാൻ, അവളുടെ മുമ്പിൽ വെച്ച് സത്യം പറയിക്കാൻ. വേണ്ട, ഇപ്പൊ വേണ്ട. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ആദ്യേട്ടൻ സത്യം പറയില്ല. വെറുതെ നിങ്ങൾ തമ്മിൽ പ്രശ്നമാവും, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യ പറയുന്നേ? കുറച്ചുകൂടെ ക്ഷമിക്കുക. നമ്മുടെ കൺമുമ്പിൽ തന്നെ അവൾ വീണ്ടും വന്നു പെടും. കയ്യോടെ പിടിക്കാം, സത്യം തെളിയിക്കാം. അതാ ബുദ്ധി. ആ, കുറച്ചുകൂടി ക്ഷമിക്കാം. പക്ഷെ അവളെ, ആദ്യേട്ടന്റെ ജീവിതം തകർക്കാൻ ഒരുങ്ങുന്ന അവളെ കണ്ടുകിട്ടുന്ന അന്ന് ഈ അരുൺ ആരാന്ന് അവളും ആദ്യേട്ടനും അറിയും. ഐശ്വര്യ നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ചൂട്ടാ, അയ്യോ എന്റെ കുഞ്ഞിന് എന്ത് പറ്റി മോനെ? പിടിച്ചു വെച്ച് കുഞ്ഞിന്റെ ഉറക്കം കളയണ്ട. അവന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങിയതാ. അപ്പോഴാണ് അറിഞ്ഞത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പേടിക്കാനൊന്നുമില്ല അഞ്ജലി. അച്ചൂട്ടൻ തികച്ചും ഓക്കെയാണ്. എന്ത് പറ്റിയതാ ഗീത ടീച്ചറെ? പെട്ടെന്ന് ഇങ്ങനെ വരാൻ? ഫുഡ് പോയ്സൺ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. ആള് കുഴഞ്ഞാദ്യം വീണു, പിന്നെ 1-2 പ്രാവശ്യം ഛർദിക്കുകയും ചെയ്തു. പിന്നെ ഒരു മയക്കം പോലെ വന്നു. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി. പേടിക്കാനൊന്നുമില്ല ഇപ്പോ. ചില കുട്ടികൾ വീട്ടിൽ നിന്നോ കടയിൽ നിന്നോ കുറച്ച് ഈറ്റബിൾസ് കൊണ്ടുവരും. കുട്ടികളല്ലേ, അവരൊന്നിച്ചു ചേർന്ന് കഴിക്കും. അങ്ങനെ വയറിന് പിടിക്കാത്ത വല്ലതും കഴിച്ചു വേണമെന്നാ എനിക്ക് തോന്നിയത്. ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല അഞ്ജലി. എന്റെ കുഞ്ഞ് ഉണർന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ പൊന്നുമോന്? കുഴപ്പമൊന്നുമില്ലമ്മ. എന്തായാലും പേടിപ്പിച്ച് കളഞ്ഞു നീ ഞങ്ങളെ. ആഹാ, എന്നെയാ നിങ്ങളെല്ലാരും കൂടി പേടിപ്പിച്ചു കളഞ്ഞേ. എന്ത് കഴിച്ചു, എങ്ങനെ കഴിച്ചു എന്നൊക്കെ ചോദിച്ചു. ഞാൻ പേടിച്ചു പോയി. ആഹാ, എല്ലാരും ചോദിച്ചപ്പോഴാണോ അച്ഛൻ പേടിച്ചത്? ശരി, ഛർദിച്ചപ്പോഴും ബോധം കെട്ടപ്പോഴൊന്നും പേടിച്ചില്ലേ? അപ്പോ നീയാണ് ഇനി ഇവിടുത്തെ ഉരുക്കു മനുഷ്യൻ. ഉരുക്കു മനുഷ്യനല്ല വലിയേട്ടാ, സൂപ്പർമാൻ. സൂപ്പർമാൻ എങ്കിൽ സൂപ്പർമാൻ. അപ്പൊ ഇനി എന്റെ സൂപ്പർമാൻ
ആരെങ്കിലുമൊക്കെ കൊണ്ടുതരുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി കഴിക്കരുത് കേട്ടോ. കഴിച്ചാ സൂപ്പർമാന് തകരാറൊന്നുമില്ലെന്ന് മനസ്സിലായി, പക്ഷെ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. വേണ്ടേ, ടീച്ചർ നിന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. ഞങ്ങൾ നെഞ്ചുപിടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കണ്ടില്ലേ? സോറി അമ്മേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരിക്കലും എന്റെ ഏട്ടനെയും വീട്ടുകാരെയും നാട്ടുകാരുടെ മുന്നിൽ കൊച്ചാക്കാൻ ഞാൻ അനുവദിക്കാൻ പാടില്ല. ചെയ്ത ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഞാൻ ഒറ്റയ്ക്ക് ഏറ്റുവാങ്ങുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ വീട്ടിൽ കയറാൻ പാടില്ല. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെയ്ത കുറ്റം ഏറ്റു പറഞ്ഞ് കീഴടങ്ങണം. ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ തീരുമാനിക്കട്ടെ. ഹലോ, എന്താ മുരളിയേട്ടാ ഓട്ടോയിൽ തന്നെ ഇരിക്കുന്നേ? എന്തു പറ്റി? ഓ, വെറുതെ തിരക്കിട്ട് അങ്ങോട്ട് വന്നിട്ടും ഒന്നും ചെയ്യാനില്ലല്ലോ. അതെന്താ മുരളിയേട്ടാ അങ്ങനെ പറയുന്നേ? എന്തെല്ലാം ഉണ്ട് ഇവിടെ, ഇറങ്ങി വാന്ന്. ഞാൻ അവളെ കാട്ടിക്കൊണ്ടുപോയി കളഞ്ഞത് ഇവരൊന്നും അറിഞ്ഞില്ലേ? ഒരു ടെൻഷനും പ്രശ്നമില്ലാതെയാണല്ലോ ഇവളെന്നോട് സംസാരിക്കുന്നത്. അതെ, മുരളിയേട്ടൻ ഇന്നൊരു വിശേഷം അറിഞ്ഞായിരുന്നോ? നമ്മുടെ അച്ചോട്ടിൽ നിന്ന് സ്കൂളിൽ വെച്ച് ബോധക്ഷയം വന്നു. ടീച്ചർ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. ആണോ? എന്നിട്ട്? കുഴപ്പമൊന്നുമില്ല, എന്തോ ഫുഡ് പോയ്സൺ ആണെന്നാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത്. ആളിപ്പോ സുഖായിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ കുറെ നേരം തീ തീറ്റിച്ച് കളഞ്ഞു. ആര്യേ, ഇവിടെ പുലി ഇറങ്ങുമോ രാത്രിയില്? അതേ അനിയ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. സന്ധ്യ ആവും മുമ്പേ ഈ ഏരിയ കടന്നാ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പോക്ക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? നിനക്ക് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കാൻ പറഞ്ഞു. ആ, സോറി ആരതി, അന്നേരം പെട്ടെന്ന് തോന്നിയൊരു പൊട്ടത്തരത്തിന് ഞാനങ്ങനെ ചെയ്തു പോയതാ. നീ ഇതാരോടും പറയരുത്, എന്നോട് ക്ഷമിക്കണം. ഐ എം വെരി സോറി. അയ്യേ, എന്തൊക്കെയാ മുരളിയേട്ടൻ പറയുന്നേ? കാട്ടിലെ കാര്യത്തെക്കുറിച്ചൊന്നും മുരളിയേട്ടൻ ബേജാറാവണ്ട. ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് ഇങ്ങനെ 1000 പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സഹജമല്ലേ? അതിനൊക്കെ മാപ്പ് പറയാനും സോറി പറയാനും സങ്കടപ്പെടാനും ഒക്കെ തുടങ്ങിയാലേ അതിനെ നേരം കാണും. മാത്രമല്ല, അവർക്കിടയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ പരമാവധി അത് മറ്റുള്ളവരിൽ എത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമല്ലേ? അതുകൊണ്ട് മുരളിയേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ വീട്ടിലൊരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല കാട്ടിലെ നമ്മുടെ കളിതമാശകള്. തൽക്കാലം മനസ്സിൽ ഒരു ടെൻഷനും വയ്ക്കാതെ വീട്ടിൽ കയറി വന്ന എല്ലാ പേരോടും സാധാരണ പോലെ ഇടപെട്ടാട്ടെ. ഭർത്താവ് വരാത്തതുകൊണ്ടേ ആഹാരം കഴിക്കാതിരിക്കുവാ ഈ ഭാര്യാരത്നം. വാ, പെട്ടെന്നകത്ത് വന്നേ, എനിക്ക് വിശക്കുന്നു. വന്നേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.